നമസ്കാരം. ബ്രിട്ടാസിന്റെ അഭിമുഖം ഹാലിളകി പെന്തക്കോസ്തുകാർ. പെന്തക്കോസ്തുകാരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ജോൺ ബ്രിട്ടാസ് മാപ്പ് പറയണമെന്നും പെന്തക്കോസ്തുകാർ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഏതു പൗരനും ഭരണഘടന അനുവാദം നൽകുമ്പോൾ ഇത്തരം പ്രസ്താവന അപലപനീയമാണ് എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുകയും ഡൽഹിയിലെത്തി ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് എന്നും പെന്തക്കോസ്തുകാരെ മൊത്തമായിട്ട് ആക്ഷേപിക്കുന്നതാണ് ഈ പ്രസ്താവന എന്നും പറയുകയാണ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ബ്രിട്ടാസ് എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കണ്ടേ? Not very happy. How religious are you? I'm not religious. Not at all. Do you not believe in God? Sometimes I used to be agnostic, but I believe that I don't, because I took a solemn oath. Solemn oath. Of the Constitution. Constitution. Oh, yeah. So if you ask me, the Constitution allows you to believe in God. No, of course. It allows you. Yeah, I took a solemn oath. तो आप संविधान में ही मानते हो? संविधान. आप चर्च जाते हो? नहीं. आपके बच्चे? They don't go regularly. Okay. Sometimes they go. Okay. Are you against the idea of religion? No, I'm not against. I am somebody who wants to protect the right of a person if he wants to believe or if he wants not to believe. Have you seen these Punjab missionaries, Prophet Baljinder? No, Have you seen this? Yeshu, मेरा यशु. ये पेंतकोस्त है ना, बहुत ज़्यादा है. ये ज़्यादा यार अभी स्ट्रीट में आके सबको तो देखो ये बाइबल नहीं. Anything which is over, but I don't think. And are you not supportive of that? I am not supportive of such. Loud orchestrated campaign. I am somebody who believes that. Are you not afraid that your local community will say, why are you speaking against Christianity? नहीं, Christianity के खिलाफ नहीं. मैं सोचता हूँ, I'll tell you. I'll tell you something. Your belief in God, it's something private. Faith is a private affair. I don't think you need to demonstrate it, trumpet it. ये मेरा ये मंदिर मॉस्क चर्च बिजनेस है ना, अभी चलता है. ये our so-called administrators and prime minister, everybody goes for टेम्पल प्रोग्राम लाइक दैट. तो ना ये आई डोंट बिलीव. आपको नहीं पसंद इतना प्रदर्शन करना, तो ये प्रदर्शन करने का बात नहीं है. Okay. ये आपका मन का बात है. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന അരോചകവും അനാവശ്യവുമാണ് എന്നാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ക്ഷണിതാവും രാജ്യസഭാ അംഗവുമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിന് പറഞ്ഞതിനെതിരെ പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ പെന്തക്കോസ്ത് സഭകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഹിന്ദിയിലെ പ്രശസ്ത യൂട്യൂബറായിട്ടുള്ള സംദീഷ് ഭാട്ടിയയുടെ അൺഫിൽറ്റേഡ് എന്ന പ്രോഗ്രാമിൽ അതിൽ പങ്കെടുത്തുകൊണ്ടാണ് രാജ്യത്തെ പെന്തക്കോസ്ത് വിശ്വാസികളെ അധിക്ഷേപിക്കുന്ന പ്രസ്താവന ബ്രിട്ടാസ് നടത്തിയത് എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. കഴിഞ്ഞ മാസം അവസാനത്തിലാണ് ബ്രിട്ടാസുമായിട്ടുള്ള അഭിമുഖം സംദീഷ് നടത്തിയത്. ഒട്ടുമിക്ക പെന്തക്കോസ്ത് സഭകളും അവരുടെ സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുകയൊക്കെ ചെയ്തു. ഇതിനോടകം തന്നെ 7.5 ലക്ഷം പേരാണ് ഈ അഭിമുഖം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. പഞ്ചാബിലെ അറിയപ്പെടുന്ന പെന്തക്കോസ്ത് പ്രാസംഗികനായിട്ടുള്ള പാസ്റ്റർ ബജീന്ദറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് സംദീഷ് ചോദിച്ചപ്പോഴാണ് ബ്രിട്ടാസ് പെന്തക്കോസ്ത് പ്രാർത്ഥനാ രീതികൾക്കെതിരെ സംസാരിച്ചത്. ഈ പെന്തക്കോസ്തുകാരുടേത് അധിക പ്രസംഗമാണ് എന്നും എല്ലാ തെരുവുകളിലും പോയിട്ട് ബൈബിൾ വായിക്കുക, ഇതൊക്കെ കാണുക എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ബഹളം കൂട്ടുകയും ഒപ്പം തന്നെ അലമ്പുണ്ടാക്കുകയും ചെയ്യുക, ഏതൊരു പ്രവൃത്തിയും ഇത്തരത്തിൽ അധികമായാൽ നന്നല്ല എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. താൻ ഇതിനെ പിന്തുണയ്ക്കുന്നില്ല എന്നും ഉച്ചത്തിലുള്ളതും സംഘടിതവുമായിട്ടുള്ള ഇത്തരം പ്രാർത്ഥനാ രീതികളോട് യോജിപ്പില്ല എന്നുമാണ് ബ്രിട്ടാസ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ സ്വകാര്യവും വ്യക്തിയുടെ ആന്തരികവുമായിട്ടുള്ള അനുഭവവുമായിരിക്കണമെന്ന് കൂടി ബ്രിട്ടാസ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടാസ് ആട്ടിൻ തോളിട്ട ചെന്നായ എന്നാണ് ഇപ്പോൾ പെന്തക്കോസ്ത് നേതാക്കൾ പറയുന്നത്. ഒരു വിശ്വാസ സമൂഹത്തെ ഇങ്ങനെ അപമാനിച്ച് ജോൺ ബ്രിട്ടാസ് MP നടത്തിയ പരാമർശത്തിൽ വേദനയുണ്ട് എന്നും ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ പാതിരിമാർ കരഞ്ഞു പറയുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പെന്തക്കോസ്ത് വിശ്വാസികൾക്കിടയിൽ ലിക്വിഡ് ഫയർ തുടങ്ങിയ പുതിയ ചില കൾട്ടുകൾ തന്നെ തരംഗമായി മാറുന്ന ഒരു കാലമാണിപ്പോൾ. അപ്പോൾ ബ്രിട്ടാസ് പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ചിലപ്പോൾ തിരിച്ചറിയേണ്ടി വരും. അതായത് ഈ പരമ്പരാഗത പെന്തക്കോസ്ത് വിശ്വാസികളെ ഇത്തരത്തിലുള്ള ആൾക്കാർ വലവീശി പിടിക്കുന്നതിനെതിരെ സഭയ്ക്കുള്ളിൽ നിന്ന് ചെറുത്തുനിൽപ്പുകളും ഒപ്പം തന്നെ അതിനെ എതിർപ്പുകളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് തീയായി വന്ന് എല്ലാവരെയും അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുമെന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള തീവട്ടികൾ തട്ടിവിടുന്നത് എന്നുള്ളതാണ്. അമേരിക്കയിലും ആഫ്രിക്കയിലുമുള്ള ലിക്വിഡ് ഫയർ മിനിസ്ട്രി, ഫയർ റിവൈവൽ മിനിസ്ട്രി എന്നിവയുടെ മലയാള പതിപ്പാണ്
ഇവിടെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. റൈസൺ തോമസ് എന്നൊരു പാസ്റ്ററാണ് ലിക്വിഡ് ഫയർ എന്ന നൂതന വിശ്വാസ കച്ചവടവുമായി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുവാനുള്ള തട്ടിപ്പിൻ്റെ മറ്റൊരു മുഖമാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ പുതിയ തട്ടിപ്പുമായി ഇറങ്ങിയവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന കർശന നിർദ്ദേശവുമായിട്ടാണ് ഇന്ത്യൻ പെന്തക്കോസ്ത് ദേവസഭ, അതായത് IPC, രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ നടത്തുന്ന തട്ടിപ്പുകാർ ആര് തിരുത്തുമെന്ന് കൂടി അറിയണ്ടേ? എല്ലാം കച്ചവട വ്യാളികളാണ്. വേദപുസ്തക വിരുദ്ധമായ ഉപദേശങ്ങളും വ്യാജ പ്രകടനങ്ങളും തിരിച്ചറിയുകയും ചെറുത്തു നിൽക്കുകയും ചെയ്യേണ്ടത് സഭയുടെ കർത്തവ്യമാണ് എന്നാണ് ഈ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ ഈ പറയുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയപ്പെടുന്നത് അത്തരത്തിലാണോ പ്രവർത്തിക്കുന്നത്? അത് ചിന്തിക്കേണ്ടതല്ലേ? അടിമകളാകുന്ന വിശ്വാസികൾക്ക് മേൽ കൈകൊട്ടിപ്പാട്ടും പൃഷ്ഠധമനമൊക്കെ നടത്തി ദൈവവിളിയുടെ പേരിൽ പലതരത്തിലുള്ള സാമ്പത്തിക ലൈംഗിക ചൂഷണങ്ങളും തട്ടിപ്പും നടത്തുന്നവരാണ് ഭൂരിപക്ഷം പേരും. എന്നിട്ടാണ് മറ്റുള്ളവനെ നന്നാക്കാൻ നടക്കുന്നത് എന്ന് കൂടി പറയട്ടെ. സഭകളിൽ ശുശ്രൂഷകൾ എന്ന ഓമനപ്പേരിൽ നടത്തുന്ന തട്ടിപ്പുകളും അടിമവിശ്വാസികൾ ഒഴികെ എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അടിമകൾക്ക് ഇതുവരെയും ഇത് മനസ്സിലായിട്ടില്ല. ലിക്വിഡ് ഫയർ തുടങ്ങിയ കൾട്ടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്തത് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ നടക്കുന്ന ഈ ലിക്വിഡ് ഫയർ പറഞ്ഞുള്ള വീഴ്ത്തൽ, പകർച്ച, വ്യാജ പ്രവചനങ്ങൾ എന്നിവ വേദവിപരീതമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ആത്മീയ പക്വതയിലും IPC സഭയും വിശ്വാസ സമൂഹവും വളർച്ച കൈവരിക്കണമെന്നതാണ് ഈ പറയുന്ന സഭയുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ മാത്രം നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യേണ്ട വിശ്വാസ സമൂഹം വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരാകരുത് എന്നുകൂടി പറയുന്ന സഭാധികാരികൾ ആദ്യം പാവപ്പെട്ട ഈ അടിമ വിശ്വാസികളെ വഞ്ചിക്കാതിരിക്കുക. ഇടക്കാലത്ത് ഫിന്നി സ്റ്റീഫൻ എന്നൊരു പാസ്റ്റർ ഫയർ വിങ്സ് എന്നൊരു കൾട്ടുമായിട്ട് പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്കിടയിൽ സജീവമായിരുന്നു. 2015 ശേഷം അയാളുടെ കൾട്ട് കച്ചവടം പൂട്ടിയ അവസ്ഥയിലാണ്. ഇന്ത്യ പെന്തക്കോസ്ത് സഭയ്ക്ക് പുറമെ വിവിധ പെന്തക്കോസ്ത് വിഭാഗങ്ങളിലെ പാസ്റ്റർമാരും ലിക്വിഡ് ഫയർ കൾട്ടുകൾക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഓരോ കാലങ്ങളിൽ ക്രിസ്തുവിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് പരമാവധി ധനസമ്പാദനം തന്നെയാണ് ഈ പറയുന്നവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് കൂടി പറയട്ടെ. കൂടാതെ മതപരിവർത്തനം പെന്തക്കോസ്തുകൾ നടത്തുന്നത് വലിയ ആരോപണമായി നിലനിൽക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംഘടിത പെന്തക്കോസ്ത് സഭയാണ് ഈ കുമ്പനാട് ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയപ്പെടുന്നത്. അനേകരെ ഈ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നു, അത് പണം നൽകിയിട്ടല്ല എന്നും സുവിശേഷം പ്രചരിപ്പിക്കുന്നത് ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നും പറയുന്ന പെന്തക്കോസ്ത് സഭ പണം നൽകി മതം മാറ്റുന്നുവെന്നത് ഖണ്ഡിക്കാൻ കഴിയാത്തതാണെന്ന് പറയട്ടെ. മാത്രമല്ല വിശ്വസിക്കാനും പറ്റില്ല. പെന്തക്കോസ്തുകാരെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്ത ജോൺ ബ്രിട്ടാസ് മാപ്പ് പറയണമെന്നും പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണമെന്നും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന PCI നാഷണൽ കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഏത് പൗരനും ഭരണഘടന അനുവാദം നൽകുമ്പോൾ ഇത്തരം പ്രസ്താവന അപലപനീയമാണ്. കേരളത്തിൽ ന്യൂനപക്ഷ സംരക്ഷകരെന്ന് അവകാശപ്പെടുകയും ഡൽഹിയിലെത്തി ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പുമാണ്. എല്ലാ വിശ്വാസ സമൂഹങ്ങളെയും അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നവരാകണം രാഷ്ട്രീയ നേതാക്കൾ എന്ന് അവകാശപ്പെടുമ്പോഴും വിശ്വാസത്തിൻ്റെ പേരിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത വിധം ഒരാളും പെരുമാറരുത് എന്ന് പറയപ്പെടുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഈ തീവട്ടിക്കൊള്ള നടത്തുന്ന പാതിരികൾക്കെതിരെയും കൂടാതെ അത്തരത്തിൽ വിശ്വാസികളെ അടിമകളാക്കുന്നവർക്കെതിരെയും നടത്തുന്ന പ്രസ്താവനകളെ ഇരട്ടത്താപ്പ് എന്ന് പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.